welcome to my college programs. Okay, നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സൊസൈറ്റി, നാഷൻ, സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ് എന്ന് പറഞ്ഞ പാർട്ടാണ്. ഇതിൽ പ്രധാനമായും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മീനിങ് ഓഫ് സൊസൈറ്റി, അല്ലെ, സമൂഹം എന്താണ്, ആൻഡ് സ്റ്റേറ്റ് ആൻഡ് അതർ അസോസിയേഷൻ, നമ്മുടെ സ്റ്റേറ്റുമായിട്ട് അതിനോടനുബന്ധിച്ചുള്ള മറ്റുള്ള സംഘടനാ രൂപങ്ങൾ ഏതൊക്കെയാണ്, സ്റ്റേറ്റ് ആൻഡ് നാഷൻ, സ്റ്റേറ്റും നാഷനും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, പിന്നെ ക്ലാസ് സ്ട്രഗിൾ, അത് ആര് കൊണ്ടുവന്ന ഒരു കൺസെപ്റ്റാണ്, ക്ലാസ് സ്ട്രഗിൾ ആര് കൊണ്ടുവന്നതാണ്, ഗാന്ധി ആൻഡ് ക്രിട്ടിക് ഓഫ് വെസ്റ്റേൺ സിവിലൈസേഷൻ, വെസ്റ്റേൺ സിവിലൈസേഷന് ഗാന്ധിജി ക്രിട്ടിസൈസ് ചെയ്തത് എന്താണ്, നമുക്കറിയാം, അതുള്ളൂ, ഗാന്ധിജി ക്രിട്ടിസൈസ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടല്ലേ നമുക്ക് ഫ്രീഡം കിട്ടി. അതൊക്കെ ചിന്തിക്കില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് എന്ത് നമ്മൾ ഈ പൊളിറ്റിക്കൽ സയൻസിലെ ഫസ്റ്റും സെക്കൻഡും തേർഡും ഫോർത്തും ഒക്കെ ചാപ്റ്റർ. കാരണം ഒന്നൊന്നിനോട്, കാരണം ഫസ്റ്റ് മീനിങ് ഓഫ് സ്കോപ്പ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്, അതിൻ്റെ ആൻസർ തന്നെയാണ് സ്റ്റേറ്റിൽ വരുന്നത്. സ്റ്റേറ്റിൻ്റെ ആൻസർ ആണ് ഈ സോവറിറ്റിയിൽ, ലിബർട്ടിയിലൊക്കെ വരുന്നത്. അതിൻ്റെ അനുബന്ധിച്ചാണ് തേർഡ് ചാപ്റ്റർ ഏത് സ്റ്റേറ്റ് അത് തന്നെയാണ് വരുന്നത്. അപ്പോൾ അത് ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ഫോളോ അപ്പിൽ മനസ്സിലാക്കിയാൽ എസ് എ ഒക്കെ 3ഉം 4ഉം പാഠത്തിലേക്ക് എസ് ഒക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് ഇന്ന് ക്യാച്ച് ചെയ്യാനും പറ്റും, നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ നോക്കുക, ക്ലാസ് സ്ട്രഗിൾ ആരാണ് കൊണ്ടുവന്നത്, ഗാന്ധി എന്നാണ് ക്രിട്ടിസൈസ് ചെയ്തത്, സൊസൈറ്റി ആൻഡ് സർവോദയ, സൊസൈറ്റി ആൻഡ് സർവോദയ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, പിന്നെ മേജർ പൊളിറ്റിക്കൽ തിയറീസ് എന്തൊക്കെയാണ്, അതായത് ലിബറലിസം എന്നാൽ എന്ത്, മാർക്സിസം എന്നാൽ എന്ത്, കോൺട്രിബ്യൂഷൻ ഓഫ് ലെനിൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ലെനിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ്, അതൊക്കെ തന്നെയാണ് നമുക്ക് ഇതിലൊന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞതാണ്. മീനിങ് ഓഫ് സൊസൈറ്റി, സ്റ്റേറ്റിന് അത് മീനിങ് ഓഫ് സൊസൈറ്റി നമുക്ക് നോക്കാം എന്താണ് മീനിങ്, ആ ഡെഫിനേഷൻ ഒക്കെ ചോദിക്കൂ കേട്ടോ. ഓക്കെ, മീനിങ് ഓഫ് സൊസൈറ്റി. We must difference between the society, otherwise will be justifies the interference of aspects of human life, thereby affecting human liberty, considering the two was integral the major identity of a social. അപ്പോൾ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് അണ്ടർ ദ ടേം ഒറിജിൻ ഓഫ് സൊസൈറ്റി. ഫസ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ്, സൊസൈറ്റീൻ്റെ ഡെഫിനീഷനും ഒറിജിൻസും കേട്ടോ. ഡെഫിനീഷൻ ആൻഡ് ഒറിജിൻസ്. ഒറിജിൻസ് ഇതാണ് നമുക്കൊരു 3 മാർക്ക്, അല്ലേ, 3 മാർക്കിൻ്റെ ചോദ്യം, 3 മാർക്കിൻ്റെ ചോദ്യം. മീനിങ് ഓഫ് സൊസൈറ്റി, അതിൻ്റെ ഒറിജിനും ഡെഫിനേഷനും മാത്രം എഴുതിയാൽ തന്നെ എന്ത് ചെയ്യും, 3 മാർക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വാട്ട് ഈസ് മീനിങ് ഓഫ് സൊസൈറ്റി, എന്താ മീനിങ്, സൊസൈറ്റീൻ്റെ മീനിങ് എന്താ. ഓക്കെ, ദ സൊസൈറ്റി ഈസ് പ്രയർ ടു ദ സ്റ്റേറ്റ്. ഓക്കെ, സൊസൈറ്റി പ്രയർ ടു ദ സ്റ്റേറ്റിനാണ് മുൻതൂക്കം നൽകുന്നത്, അല്ലേ. സൊസൈറ്റി മീൻസ് ജനങ്ങൾ ഒന്നിച്ച് പാർക്കുന്ന സ്ഥലം, കോമൺ പീപ്പിൾസ്, സിറ്റിസൺസ് ഒക്കെ ഒരുമിച്ച് നിൽക്കുന്നതാണ് സൊസൈറ്റി. അതിൻ്റെ പ്രയർ, സൊസൈറ്റി is prior to the state. Society may be said to have been born the day of human life must have begun, but the state did not begin the society, and it must have started later stage of social development. Human beings are social being first and then political being. Okay, society clearly a natural and therefore an instinctive institution. Included state and other hand artificial created institution, it was needed. That is the reason we were state and for. അപ്പോൾ എന്താണ് സൊസൈറ്റി, the society is a body and organization, it is as no form of organization as a state is. അപ്പോൾ എന്താണ് സൊസൈറ്റി നമുക്ക് ഇതിൽ കൊടുത്തത്, the prior being prior to the state. Society is clearly a natural and therefore instinctive institution. It is a instinctive institution എന്ന് പറഞ്ഞാൽ it is a social institution. Society is a social institution. സൊസൈറ്റിയിൽ എന്തൊക്കെയുണ്ട്, സൊസൈറ്റിയിൽ കുറേ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അല്ലേ, അതായത് ജനങ്ങൾക്ക് ആവശ്യമുള്ള ഹെൽത്ത് സെൻ്ററും പോലീസ് സ്റ്റേഷനും ജുഡീഷ്യറി, പിന്നെ ജനങ്ങൾക്ക് ഇടപഴകാനുള്ള മാർക്കറ്റ്സ്, അവർക്ക് ജീവിക്കാനുള്ള എല്ലാവിധ അല്ലേ, എന്താ പറയുക, വീട്, അല്ലേ, ബേസിക് നീഡ്സ് എന്തൊക്കെയാണ്, വാട്ടർ, ഷെൽട്ടർ, അങ്ങനത്തെ എല്ലാ സംഭവവും ഉള്ളതിനെ സൊസൈറ്റി എന്ന് പറയുന്നു. സ്ട്രിക്ട്ലി സ്പീക്കിംഗ് ദ സ്റ്റേറ്റ് ഈസ് എ പക്ഷേ എന്താണ് സൊസൈറ്റി, സ്റ്റേറ്റിന് പ്രയോറിറ്റി നൽകുന്ന ഒരു ഘടകം കൂടിയാണ് സൊസൈറ്റി പ്രയർ ടു, എന്തിനാണ് പ്രയർ കൊടുക്കുന്നത്, സൊസൈറ്റി ഈസ് പ്രയർ ടു ദ സ്റ്റേറ്റ്. അത് നിങ്ങൾ എന്തായാലും എഴുതണേ, സൊസൈറ്റി പ്രയർ മുൻതൂക്കം നൽകുന്നത് എന്തിനാണ്, സ്റ്റേറ്റിനാണ്. ഓക്കെ,
നെക്സ്റ്റ് പിന്നെ സൊസൈറ്റിക്ക് ഒരു എന്താ കൊടുക്കുക? ഇറ്റ്സ് എ സോഷ്യൽ ഓർഗനൈസേഷൻ. ഇറ്റ്സ് എ സോഷ്യൽ മീനിങ് സൊസൈറ്റി ഈസ് എ social organization. It is prior to state. It is included social human being because human being is a social animal, alle? Human being is a social animal, so human being is totally related in society. There is an important thing because human being is very very important in our society. So many social institutions in our society, that is health center, that is medicals teams and marketing and their houses, and then എന്താ പറയാ transport bus service and then ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ വേണ്ടേ? ഒരു സൊസൈറ്റിക്ക് ജീവിക്കാൻ എന്തൊക്കെ വേണം? വാഹന ഗതാഗത സൗകര്യങ്ങൾ വേണം, ഹെൽത്ത് സെൻറ്റേഴ്സ് വേണം, മാർക്കറ്റ് വേണം, വീട് വേണം, അവർക്ക് ഇൻകം വേണം, എക്കണോമിക് ആക്ടിവിറ്റീസ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇറ്റ് ഈസ് റിലേറ്റഡ് ടു സൊസൈറ്റി ബിക്കോസ് ഹ്യൂമൻ ബീങ് ഈസ് എ സോഷ്യൽ ആനിമൽ, ദാറ്റ് ഈസ് സൊസൈറ്റി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സൊസൈറ്റിയിൽ അറിയുന്നതൊക്കെ എഴുതി വെക്കുക. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? മാർക്ക് 3 മാർക്ക് ഇഷ്ടം പോലെ സ്കോർ ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് ഒക്കെ മിസ് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, സ്റ്റേറ്റ് ആൻഡ് അതർ അസോസിയേഷൻ. ഈ സ്റ്റേറ്റ് ആൻഡ് അതർ അസോസിയേഷനിൽ എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സ്റ്റേറ്റ് ആൻഡ് അതർ അസോസിയേഷൻ, സ്ട്രിക്ട്ലി ദ other association, the state exists the society the same way of the means of the exist for the end. The state is therefore means society is the end. The state is sovereign. The state and association പറയുന്നതാണ് state is എന്താണ്? The state is sovereign. State എന്തും കൂടിയാണ്? sovereignും കൂടിയാണ്. Its sovereignty means no state. The society is not sovereignty in exist without being sovereign. Okay, sovereignty importance ആണെന്നാണ് പറയുന്നത്. സ്റ്റേറ്റ് ഈസ് ഹാസ് ടു വെൽ ഡെഫിനിറ്റ് ടെറിട്ടറി. സ്റ്റേറ്റിന് എന്ത് വേണം? അസോസിയേഷൻ സ്റ്റേറ്റ് ഒരു ഇതായി സംഘടനയായി മാറണമെങ്കിൽ അതിന് എന്ത് വേണം? ഇറ്റ് മസ്റ്റ് ടെറിട്ടറി നിർബന്ധം, ഡെഫിനിറ്റ് ടെറിട്ടറി വേണം, പിന്നെന്ത് വേണം? സോവറിനിറ്റി വേണം. ദ സ്റ്റേറ്റ് ഹാസ് ജനറൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വേണം, ലോസ് വേണം, അല്ലേ? ജനറൽ റൂൾസ് ആൻഡ് കോൾഡ് റിച്വൽസ്, നോംസ്, ഹാബിറ്റ്സ്. പിന്നെന്ത് വേണം? സ്റ്റേറ്റ് ആർ റിട്ടൺ, ഡെഫിനിറ്റ് ഓഫ് ക്ലിയർ ആൻഡ് ദോസ് സൊസൈറ്റി ഓഫ് അൺറിട്ടൺ. അങ്ങനെ കുറേ കാര്യങ്ങൾ അല്ലേ? റിട്ടൺ ലോ, നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ റിട്ടൺ ആണ്, അപ്പോൾ അതിൽ തന്നെ എല്ലാം പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ സ്റ്റേറ്റിനും വേണം. സ്റ്റേറ്റ് ആൻഡ് അതർ അസോസിയേഷൻ, സ്റ്റേറ്റ് ആൻഡ് നാഷൻ നോക്കാം. സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ് അല്ലേ? സ്റ്റേറ്റ് ആൻഡ് നാഷൻ ആൻഡ് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ്. സ്റ്റേറ്റ് ആൻഡ് നാഷൻ്റെ കൂടെ എന്തുകൊണ്ട്? ആൻഡ് ഗവൺമെന്റും കൂടി പറയുന്നുണ്ട് മിസ്. സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ്, സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റിൽ പറയുന്നത് എന്താ? ദ ഗവൺമെന്റ് ആസ് യു നോ ഇറ്റ് വൺ എലമെന്റ് ഓഫ് ദ സ്റ്റേറ്റ്. ഗവൺമെന്റ് എന്താണ്? ഇറ്റ് ഈസ് ദ എലമെന്റ് ഓഫ് ദ സ്റ്റേറ്റ്. മിസ് പറയുന്നൊക്കെ ഒന്നൊന്നിനോട് ബന്ധമല്ലേ? കണ്ടോ? എലമെന്റ് ഓഫ് ദി സ്റ്റേറ്റ്. ഗവൺമെന്റ് ഈസ് ദ എലമെന്റ് ഓഫ് ദ സ്റ്റേറ്റ്. ഓക്കെ, ഗവൺമെന്റ് ഈസ് ദ മെയിൻ എലമെന്റ് ഓഫ് ദ സ്റ്റേറ്റ്. ഗവൺമെന്റ് എന്നാണ് സ്റ്റേറ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയ ഒരു ഘടകമാണ്. ത്രൂ വിച്ച് ആർ ദ മെയ്ഡ് എൻഫോഴ്സ്ഡ് ആൻഡ് ദോസ് വയലേറ്റ് ലോസ് ആർ പണിഷ്ഡ് അല്ലേ? ലോസ് ഒക്കെ വയലേറ്റ് ചെയ്താൽ പണിഷ്മെന്റ് കൊടുക്കാനൊക്കെ എന്ത് വേണം? ഒരു അതോറിറ്റി വേണം. ദാറ്റ് ഈസ് ഗവൺമെന്റ്. ദാറ്റ് അതോറിറ്റി മീൻസ് ഗവൺമെന്റ്. ഓക്കെ, അവിടെ അപ്പം എന്തായി? ഓൾറെഡി ഇൻക്ലൂഡഡ് പവർ. നിങ്ങൾ എഴുതുമ്പോൾ അങ്ങനെയൊക്കെ മനസ്സിൽ ആലോചിച്ച് കോമൺ സെൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഇതിൽ പറയുന്ന നെക്സ്റ്റ് പോയിന്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള സ്റ്റേറ്റ് ആൻഡ് നാഷൻ. ഓക്കെ, മിസ്സോടെ ഇതിന് സ്റ്റേറ്റ് ആൻഡ് നാഷൻ. എന്താണ് സ്റ്റേറ്റ് ആൻഡ് നാഷൻ? ബൈ നാഷൻ as you know we are a historically constituted state stability അല്ലേ? സ്റ്റേബിൾ കമ്മ്യൂണിറ്റി ഓഫ് പീപ്പിൾ ഫോം ദ ബേസിസ് ഓഫ് കോമൺ ലാംഗ്വേജ്, ടെറിട്ടറി, എക്കണോമിക് ലൈഫ് ആൻഡ് ഫിസിയോളജിക്കൽ മേക്കപ്പ് മാനിഫെസ്റ്റ് ദ കോമൺ കൾച്ചർ. ഓക്കെ, ഒരു കോമൺ സ്റ്റേറ്റ് ആൻഡ് നാഷനിൽ ഒരു സ്റ്റേറ്റ് രൂപീകരിക്കപ്പെടുന്നത് എങ്ങനെയെന്ന് നമ്മൾ പറഞ്ഞത്. ഒരു നാഷൻ, ഈ നാഷൻ ഒരു നാഷൻ മീൻസ് ഒരു എന്താണ്? ഒരു പിന്നെ ദേശം അല്ലേ? നാഷന് മലയാളം നമ്മൾ ദേശം എന്ന് പറയും. ഒരു ദേശം ഓർഗനൈസ് ചെയ്യുന്നത് അതിൽ എന്തൊക്കെ വേണം? നാഷനിൽ ബേസിക്കലി നീഡ്സ് ലാംഗ്വേജ് വേണം, ഒരു കോമൺ ലാംഗ്വേജ് വേണം. എന്തൊക്കെ വേണം? കോമൺ ലാംഗ്വേജ് വേണം. പിന്നെ എന്ത് വേണം? ലാംഗ്വേജ് വേണം, ടെറിട്ടറി വേണം. ഓക്കെ മിസ്, ലാംഗ്വേജിൽ എൽ എന്ന് എഴുതുന്നുണ്ട്, ടെറിട്ടറിക്ക് ടി എന്ന് എഴുതുന്നുണ്ട്,
കോമൺ ലാംഗ്വേജ് വേണം, ടെറിട്ടറി വേണം. നെക്സ്റ്റ് എക്കണോമിക് ലൈഫ് ആൻഡ് സൈക്കോളജിക്കൽ, എക്കണോമിക് ലൈഫ് വേണം. പിന്നെന്ത് വേണം? സൈക്കോളജിക്കൽ ഇത് വേണം, ആസ്പെക്ട്സ് വേണം. പിന്നെന്ത് വേണം? മേക്കപ്പ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ദ കോമൺ കൾച്ചർ നാഷൻ ഇറ്റ്സ് ട്യൂൺ ദ മാസസ് ഓഫ് മെൻ ബൗണ്ട് ടുഗദർ, സ്പെഷ്യലി ലാംഗ്വേജ് കസ്റ്റംസ്, അങ്ങനെയുള്ള അവർ ആചാരാനുഷ്ഠാനങ്ങൾ എല്ലാം കോമൺ ലാംഗ്വേജും ടെറിട്ടറി പിന്നെ അവർ മാനസികമായിട്ട് ഒരുമിക്കണം, അങ്ങനെയുള്ള അതിനെയാണ് അങ്ങനെയുള്ള പ്ലേസിൽ നമ്മൾ നേഷൻ എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ എങ്ങനെ ആൻസർ ചെയ്തെന്താ? ദ നാഷൻ ഈസ് ഇൻക്ലൂഡഡ് common language, common territory, common economic life and psychological makeup manifested in a common culture. The nation also included the union of masses of men bound together specially by language and customs into common civilization, which gives them a sense of unity. അവിടെ എന്തും വേണം, സെൻസ് ഓഫ് യൂണിറ്റി. അത് ഇപ്പൊ മിസ് വായിച്ചതാണ് ഡെഫിനിഷൻ ഓഫ് നാഷൻ. ഓക്കെ.